നമസ്കാരം. എല്ലാവർക്കും ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം. ഇടവേളയ്ക്ക് ശേഷം കുറേ സിനിമ പാട്ട് പാടിയെങ്കിലും ആവേശം ഫഹദ് ഫാസിലിൻ്റെ ആ സിനിമയിലെ സൽപുത്രൻ പിറന്നട എന്നുള്ള പാട്ട് ലോകം മുഴുവനുള്ള മലയാളികളുടെ നാവിൻ തുമ്പിലും കുട്ടികളും ഇപ്പം ചെറുപ്പം പ്രായഭേദമില്ല എല്ലാവരും അത് വെച്ചിട്ടാണ് കളി ഇപ്പോൾ. അതിന് തൊട്ട് മുമ്പ് വന്നത് സത്യം പറഞ്ഞാൽ മഞ്ഞ മഞ്ഞ ബൾബാണ്. ഗോപി സുന്ദർ സാർ മ്യൂസിക് ചെയ്ത സംഗീത സംവിധാനം അദ്ദേഹമാണ് തന്നെ ഒരു കോടതി സമക്ഷം പാലപ്പാക്കി ദിലീപ് ഭട്ടാചാര്യ തലേ ദിവസം വരെ പറയും, ശശി നിങ്ങളുടെ പാട്ട് നമ്മുടെ പാട്ട് നാളെ വരും, നിങ്ങൾ കാര്യമായിട്ട് നോക്കണം. അപ്പോൾ ഭയങ്കര ഹാപ്പിയിലാണ്. പിറ്റേ ദിവസം സിനിമയിൽ പോയിട്ട് തിയേറ്ററിൽ പോയിരിക്കുമ്പോഴും ഞാനായിരിക്കില്ല പാട്ട്. അപ്പം നേരെ ചിറ്റിൽപ്പുഴയിലേക്ക് ഞാൻ മ്യൂസിക്കിൻ്റെ പോകണം. ആപ്ലിക്കേഷനൊക്കെ എഴുതി കറക്റ്റായിട്ട് പോസ്റ്റ് ചെയ്യാൻ നിൽക്കുമ്പോൾ ഒരു മാഷ വിളിച്ചിട്ട് ശശി ഇവിടെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ കൊണ്ട് കൊടുത്തപ്പോൾ എന്താ സംഭവിച്ചു, മ്യൂസിക്കിന് പോകാനാണ് മാഷേ, മ്യൂസിക്കിന് പോവാണ് നീയോ കൂട്ടാത് വാങ്ങി മ്യൂസിക് വെട്ടി ജോബ് ചെയ്തു. വ്യക്തിത്വമുള്ള പാട്ടുകളാണല്ലേ കാലത്തെ അതിജീവിക്കുന്നത്. അത്തരം ഒരു പിടി പാട്ടുകൾ സ്വന്തമായുള്ള ഒരു ഗായകനാണ് ഇന്ന് എൻ്റെ കൂടെ. പ്രണവം ശശി. ശശിയേട്ടാ നമസ്കാരം. സ്വാഗതം. സന്തോഷം. ഞാനിപ്പോൾ റീസെൻ്റ് ആയിട്ടാണൊരു കാര്യം, ഇപ്പം നമ്മൾ കുറച്ച് കാലമായിട്ട് ഒരു പടം ഇറങ്ങിയപ്പോൾ മുതൽ ഇന്നും ഒട്ടും ചോരാതെ അത് OTT-യിൽ വന്നപ്പോഴും അതേ ആവേശത്തോടെ നമ്മൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പടം. അതിലെ 2 പാട്ടുകളെ കുറിച്ച് കുറേ കാലമായിട്ട് തന്നെ നമ്മൾ പറയാറുണ്ട്. പക്ഷെ അതിൽ വളരെ പ്രധാനപ്പെട്ടൊരു സ്ഥലത്ത് പ്ലേസ് ചെയ്യപ്പെട്ടൊരു പാട്ട്, ഫഹദിൻ്റെ ക്യാരക്ടറിൻ്റെ പിറന്നാളിന് പാടുന്ന സൽപുത്രൻ എന്ന പാട്ട്. അത് ശശിയേട്ടനാണ് പാടിയതെന്ന് പറയാൻ എനിക്ക് നാണക്കേടുണ്ട്, പക്ഷേ ഈ അടുത്താണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ ഒരു പക്ഷേ ആ പാട്ടിനെ കുറിച്ച്, അത് തരുന്ന സന്തോഷത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. പിന്നെന്താ, സന്തോഷമുള്ളൂ. എല്ലാവരും പോലെ തന്നെ എന്നെ ഇഷ്ടപ്പെടുന്നവരെ, എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരെ, ഈ പാട്ടിന് ഇഷ്ടപ്പെടുന്നവരെ, പാട്ടിൻ്റെ ലോകത്തുള്ളവരെ, സിനിമാക്കാരെ, അതുപോലെ തന്നെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു കരിയറിന് തന്നെ വലിയൊരു ഒരു മാറ്റം വരുത്തിയെന്ന് വിചാരിക്കാം ഈ അടുത്ത കാലത്ത്. അതിന് മുമ്പ് ഉള്ള പാട്ടുകളുണ്ടെങ്കിലും ഈ ഒരു പാട്ട് വല്ലാതൊരു പൊസിഷനിലേക്ക് എത്തിച്ചു. അതിന് തൊട്ട് മുമ്പ് വന്നത് സത്യം പറഞ്ഞാൽ മഞ്ഞ മഞ്ഞ ബൾബാണ്. ഗോപി സുന്ദർ സാർ മ്യൂസിക് ചെയ്ത സംഗീത സംവിധാനം ചെയ്ത അദ്ദേഹമാണ് തന്നെ ഒരു കോടതി സമക്ഷം പാലപ്പാക്കി ദിലീപ് ഭട്ടിൻ്റെ സിനിമ ഗംഭീര ഇതാവായി. അത് വല്ലാത്ത ശേഷം ഒരിടവേളയ്ക്ക് ശേഷം കുറേ സിനിമ പാട്ട് പാടിയെങ്കിലും ആവേശം ഫഹദ് ഫാസിലിൻ്റെ ആ സിനിമയിലെ സൽപുത്രൻ പിറന്നട എന്നുള്ള പാട്ട് ലോകം മുഴുവനുള്ള മലയാളികളുടെ നാവിൻ തുമ്പിലും കുട്ടികൾ വലിപ്പ ചെറുപ്പ പ്രായഭേദമിന് എല്ലാവരും അത് വെച്ചിട്ടാണ് കളി ഇപ്പോൾ. പല സന്ദർഭങ്ങളിലും പല മീറ്റിങ്ങുകളിലൊക്കെ പങ്കെടുക്കുമ്പോൾ എന്നെക്കൊണ്ട് അതൊരു 4 വരി പാടിപ്പിച്ചിട്ടാണ് മഞ്ഞ മഞ്ഞ ബൾബ് പാടിച്ച ഒരു കാലം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ സൽപുത്രൻ പിറന്നട പാട് എന്നുള്ള ഒരു നിലയിലേക്ക് കൊണ്ടെത്തിച്ചു. അത് അതിൻ്റെ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂ ജെൻ മൂവിയാണ് അത് ശരിക്ക്. അപ്പോൾ അതങ്ങോട്ട് അവർ ഏറ്റെടുത്തപ്പോൾ സംഭവം അതെന്ത് വെച്ച് കഴിഞ്ഞാൽ അത് വേറൊരു തലത്തിലേക്ക് അങ്ങ് നീങ്ങിയ പാട്ട്. ആ പാട്ട് വേറെ രസത്തിലേക്ക് പോയി. പിന്നെ സുഷിൻ ശ്യാം സാറാണ് അതിൻ്റെ മ്യൂസിക് ചെയ്തിട്ടുള്ളത്. വിനായക് ശശികുമാറാണ് അത് എഴുതിയിട്ടുള്ളത്. പിന്നെ മനോഹരമായിട്ടുള്ള സിനിമയുമാണ്, എല്ലാവർക്കും പറ്റുന്ന, ആസ്വദിക്കാൻ പറ്റുന്ന നല്ല രസമായിട്ടുള്ള പാട്ട്. ഞാൻ ഈ പാട്ട് എന്നെ പാടാൻ വിളിക്കുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ ചെറിയൊരു ഇത് തന്നെ പറയാനുണ്ട്. എൻ്റെ ലക്കിനാണ് ഈ പാട്ട് എനിക്ക് കിട്ടിയത്, അങ്ങനെയും പറയാം. അങ്ങനെ ഒരു സംഭവമുണ്ട്. എൻ്റെ അമ്മ മരണപ്പെട്ടിരിക്കുന്ന സമയത്താണ് എന്നെ ഈ പാട്ട് പാടാനായിട്ട് വിളിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മാനേജർ വിളിക്കുന്ന ഒരു പാട്ടുണ്ട്, നിങ്ങളെ പാടാൻ വരണം. സത്യത്തിൽ എനിക്ക് വലിയ പ്രയാസമായി. അപ്പോൾ ഞാനത് നോക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ ഒന്ന് പെൻഡിങ് വെച്ചു. ഒരു 10 ദിവസം 15 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും എന്നെ വിളിക്കുകയാണ്. അപ്പം ഞാൻ തൊണ്ട പ്രയാസമുണ്ട്, എനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ട് പാടാനായിട്ട് എന്നുള്ള നിലയ്ക്ക് ഞാൻ സംസാരിച്ച് വന്നപ്പോൾ 10 ദിവസം കൂടെ തരാം. അപ്പം ഞാൻ 10 ദിവസം കഴിഞ്ഞു. ആ 10-20 ദിവസം കൂടുതലായപ്പോൾ വീണ്ടും മാനേജർ വിളിക്കണം, നമുക്ക് പാട്ട് ചെയ്യണമെന്ന് പറയുന്നുണ്ട്, എന്താ നിങ്ങളുടെ അഭിപ്രായം ചോദിച്ചു. അപ്പം ഞാൻ എന്തൊക്കെയോ കുറേ കാര്യങ്ങളൊക്കെ ഉടക്ക് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ എന്തിനും ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ അത് പറഞ്ഞപ്പോൾ അതിനും നിങ്ങൾ അനുവദിച്ചിരിക്കണം എന്ന് പറഞ്ഞു. അവസാനം അപ്പം ഞാൻ ഈ പാട്ട് എന്നെയും കൊണ്ട് പോവുള്ളൂ എന്നായി. ഇനി വേറൊരു തമാശ പറഞ്ഞുതരാം. ഞാൻ ഈ പാട്ട് പാടാൻ മടിക്കുന്നു എന്നുള്ള കാര്യം വീട്ടിൽ വൈഫും മോനും അറിഞ്ഞു. മോനറിഞ്ഞപ്പോൾ മോൻ 24 വയസ്സുള്ള ആളാണ്. അപ്പോൾ അവൻ ന്യൂ ജെൻ കാറ്റഗറിയിൽപ്പെട്ട ആളാണ്. അപ്പോൾ അവൻ വൈഫിനോട് ചോദിച്ചു, അമ്മ ഏത് പാട്ടാണ് അച്ഛൻ കുറച്ച് മടി കഴിച്ചെന്ന് കഴിച്ചപ്പോൾ സുഷിൻ ശ്യാം എന്ന് പറഞ്ഞു, ആ പാട്ടാണ് പറഞ്ഞു. അവൻ അയ്യോ അച്ഛൻ എന്താ ഈ കാണിക്കുന്നത്,
സുഷിൻ ശ്യാമിൻ്റെ പാട്ട് കേട്ടിട്ട് അച്ഛൻ അത് പിന്നെ മടിച്ച് നിൽക്കുമോ എന്ന് പറഞ്ഞത് സുഷിൻ ശ്യാം എപ്പോഴോ ഒരു പാട്ട് ഇവൻ എന്തോ ഇൻസ്റ്റയിൽ എന്തോ പോസ്റ്റ് ചെയ്തപ്പോൾ അതിന് റിപ്ലൈ കൊടുത്തെന്നും പറഞ്ഞ് പിന്നെ അതും കൊണ്ട് നടക്കണ്ടായിരുന്നു. ഓ, അപ്പോൾ അവരുടെ ഒരു തലമുറയും നമ്മുടെ തലമുറയും തമ്മിലൊരു ഗ്യാപ്പാണ് അവിടെ. മനസ്സിലായി. അവൻ്റെ ഇത് ഞെട്ടൽ കണ്ടപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഞാനും ഞെട്ടിയത്. അതിന് 3-ാമത്തെ ദിവസം ഞാൻ പാടാൻ പോകണം. ഞാൻ പോയി പിന്നെ എറണാകുളത്ത് വന്ന് അദ്ദേഹം നേരിട്ട് വന്നു. വലിയ സന്തോഷമായി. എന്നെ എത്രത്തോളം സപ്പോർട്ട് ചെയ്തു എന്നുള്ളത് പറയാനാവില്ല, അത്ര സപ്പോർട്ട് ചെയ്തു. കാരണം ബേസിക്കലി ഞാനൊരു ഫോക്ക് സിംഗറാണല്ലോ. അപ്പോൾ ക്ലാസിക്കലൊക്കെ കുറച്ച് പഠിച്ചിട്ടുണ്ടെങ്കിലും കൂടുതൽ വ്യാപരിക്കുന്നത് ഇപ്പോൾ ഫോക്ക് മേഖലയിലായതുകൊണ്ട് നമ്മൾ ആ സ്വരസ്ഥാനങ്ങളൊക്കെ വിട്ട് കുറേ കാലങ്ങളായി. എന്നിട്ടും എൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് എൻ്റെ മാക്സിമം എൻ്റെ കഴിവിനെ പുറത്ത് കൊണ്ടുവരാനുള്ള ശരിക്കും അദ്ദേഹം പണിപ്പെട്ട് എന്നെ പാടിപ്പിച്ചെടുക്കുക ചെയ്തു. അതിത്ര വമ്പൻ ഹിറ്റാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഞാൻ പാടാതെ മാറി നിന്നെങ്കിൽ ഇന്ന് ഈ ഇൻ്റർവ്യൂ പോലും ചിലപ്പോൾ സംഭവിക്കില്ല. ശരിയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു സംഭവം വന്നു. അത് മനോഹരമായിട്ടുള്ളൊരു പാട്ടാണ്. ആ പാട്ട് 4 വരി പാടാം. ഞാൻ 4 വരി പാടാം. സുഷിൻ ശ്യാമാണ് മ്യൂസിക്, നമ്മുടെ വിനായക് ശശികുമാറാണ് അതിൻ്റെ ഇത് എഴുതിയിട്ടുള്ളത്, ഫഹദ് നായകൻ, സന്തോഷ ഡയറക്ടർ എന്ന് ശരിക്കും പറഞ്ഞാൽ ജിത്തു മാധവൻ സാറാണ്. അത് ഇങ്ങനെയാണ് അതിൻ്റെ പാട്ട് പോണത്. ശരിക്കും പറഞ്ഞാൽ പല്ലവി അനുപല്ലവി ചരണമുണ്ട്. ചരണത്തിൽ ഇല്ല, അതിൽ പല്ലവിയോടുകൂടി അനുപല്ലവിയോടുകൂടി നിർത്തുന്നത്. അതിങ്ങനെയാണ്: ഒരു സൽപുത്രൻ പിറന്നട പണ്ട്, മഹാധ്യായം തുടക്കമായെന്ന്, ഇത് ദിക്കെട്ടും മുഴങ്ങിടും പാട്ട്, കൊടും സന്തോഷ പിറന്ന നാൾ വാഴ്ത്ത്, സ്നേഹം വന്നാൽ മധുരത്തേന് വീഞ്ഞായി തൂവും നന്ദിച്ചാറ്, കോപം കൊണ്ടാലകമേ നൊന്താൽ വേറാരും വേണ്ടി നീ വില്ലന്മാര്, ആഹാർമാദം ആർക്കും മർമാദം ആർത്തു പൊന്തട്ടെ ആഘോഷ പ്രകമ്പനം, ആഹാർമാദം ആർക്കും മർമാദം ആർത്തു പൊന്തട്ടെ ആഘോഷ പ്രകമ്പനം. ഇത് കഴിഞ്ഞ ടുട്ടു 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 ഒരു സാധനമുണ്ട്. ഞാൻ പേടിച്ച സാധനമാണിത്. ഞാൻ പറഞ്ഞു ആ സാറെ കൊണ്ടേ ഞാൻ അത് പാടണല്ലോ ചേട്ടാ എന്നിട്ട് അദ്ദേഹം പറഞ്ഞപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ പേടിച്ചൊരു പോർഷനാണ് സാർ പറഞ്ഞപ്പോൾ അദ്ദേഹം നല്ല ശരിയായിരുന്നു, ഗംഭീരിച്ചു. അത് ഈ ഒരു സംഭവമേ നമ്മളിതൊന്നും ഈ മേഖലയ്ക്കൊന്നും പറ്റില്ലല്ലോ. നമ്മുടെ സംഭവമൊക്കെ ഇതാണല്ലോ. ഇത് ഈ സാധനം മാറി ടുട്ടു 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 എന്താ വേണമെന്ന് അറിയില്ല, എന്നെ കൂടെ പാടാൻ പറഞ്ഞാൽ പാടി. പക്ഷെ അത് ഹൈലൈറ്റ് ആയി. അതെ, അങ്ങനെ ഇപ്പൊ നമ്മുടെ ശശിയേട്ടനും ന്യൂജനായി മാറി, പുതിയ വേർഷൻ. അതെ, ന്യൂ വേർഷനായി. അതെ അതെ. ഈ ന്യൂ വേർഷൻ പറയുമ്പോൾ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ സാധനങ്ങൾ പറയാനുണ്ട്. കുറേ സിനിമ പാട്ട് ഞാൻ ഈ കുറേ പാട്ട് പാടി. ഇപ്പം നമ്മളെ കൊണ്ട് തലേ ദിവസം വരെ പറയും, ശശി നിങ്ങളുടെ പാട്ട് നമ്മുടെ പാട്ട് നാളെ വരും, നിങ്ങൾ കാര്യമായിട്ട് നോക്കണം. അപ്പോൾ ഈ ഭയങ്കര ഹാപ്പിയിലാണ്. ഞാനാണെങ്കിലും തുടക്കക്കാരൻ നിലയ്ക്ക് മുമ്പ് പാടിയിട്ടുണ്ടെങ്കിലും ബിഗ് സ്ക്രീനിൽ വലിയ വലിയ നടന്മാരുടെ പാട്ടിൽ നമ്മുടേത് വരുമല്ലേ. ഇനിയിപ്പോൾ വിളിച്ചു പറയാത്ത പാലക്കാട് ജില്ലയിൽ ഒരാളുണ്ടാവില്ല, പുറമേ അടക്കം കേരളത്തിനകത്തും എൻ്റെ പാട്ടെന്ന് പറയും. പിറ്റേ ദിവസം സിനിമയിൽ പോയിട്ട് തിയേറ്ററിൽ പോയിരിക്കുമ്പോഴും ഞാനായിരിക്കില്ല പാടില്ല, വേറെ ആളുടെ ശബ്ദം വരും. അന്ന് എങ്കിലും കുഴപ്പമില്ല, സന്തോഷമേ. പക്ഷേ എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് യൂട്യൂബിലിടും പ്രണവൻ ശശി വേർഷൻ. അപ്പോൾ ഈ വേർഷൻ പറഞ്ഞപ്പോൾ ഇത് പറയാതെ പോവാൻ വയ്യ, ഞാൻ അതിൽ കൊണ്ടെത്തിച്ചു. പക്ഷെ ഞാൻ ഹാപ്പിയാണ്. പക്ഷെ ഇത് പറഞ്ഞപ്പോൾ സോറി കേട്ടോ, ഇടയിൽ കയറില്ല. നല്ലൊരു പടം എന്നുള്ളതല്ല, നല്ല ശ്രദ്ധിക്കപ്പെട്ട രസം, എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ്. സിനിമ അത്രയ്ക്ക് ശ്രദ്ധിക്കപ്പെട്ടോ എന്ന് എനിക്കറിയില്ല. തുണ്ട് എന്ന് പറയുന്ന സിനിമയിലെ ഒരു പാട്ട്, എനിക്ക് ആ പാട്ടാണ് അവർ ആദ്യം ഇറക്കി വിട്ടത്. അതൊരു ശശിയേട്ടൻ്റെ ഒരു റേഞ്ച് സാധനമുണ്ട്, പിന്നെ ഞങ്ങൾക്ക് അറിയാത്തൊരു ശശിയേട്ടൻ വേർഷൻ ഉണ്ട്. ഫുൾ ശശിയേട്ടൻ തന്നെയല്ലേ പഠിക്കുന്നത്? അപ്പൊ അതിനെ കുറിച്ചും കൂടി ഒന്ന്. തീർച്ചയായും അത് പറയെങ്കിൽ അവിടെയും ഇവിടെ ഒരു കഥ പറയണം എനിക്ക്. കാരണം മഞ്ഞ മഞ്ഞ ബൾബ് എന്നുള്ള പാട്ടുകളിലൂടെയാണ് ഞാൻ ഗോപി സുന്ദർ സാറിനെ പരിചയപ്പെടുന്നത്. എന്നെ അന്ന് ഗോപി സുന്ദർ സാറെ എന്നെ പരിചയപ്പെടുന്നത് ഹരികൃഷ്ണനാണ്, ഹരിനാരായൺ കവി ഹരിനാരായണനാണ് എന്നെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ എൻ്റെ പേര് പറയുന്നത്. അപ്പോൾ ഞാൻ ഗോപി സുന്ദർ സാറും എന്നെ വിളിക്കുകയാണ്, ഒരു പാട്ട് പാടാൻ. സാറ് നേരിട്ടാണ് വിളിക്കുന്നത് എന്നെ. അപ്പോൾ ഞാൻ ഇന്ന ആളാണെന്ന് പറഞ്ഞിട്ട് എന്നെ പരിചയപ്പെടുത്തി, ചേട്ടാ നമുക്കൊരു പാട്ട് ചെയ്യണമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. അന്ന് എനിക്ക് സീസൺ ടൈമാണ്, നിന്ന് തിരിയാൻ പറ്റാത്ത സമയം. നമ്മൾ പാലക്കാടൻ വേലകൾ അവിടെ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല, പൂരം പൊങ്കൽ വേല അതൊക്കെ ഇങ്ങനെ തുടങ്ങില്ല. അപ്പം ഓട്ടിച്ചിട്ട് പെട്ടൊക്കെയാണ്. അപ്പോഴാണ് ഇദ്ദേഹം എന്നെ വിളിക്കുന്നത്. അപ്പം ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. ശ്രദ്ധിക്കില്ല ഞാൻ, ഓക്കെ എന്ന് പറഞ്ഞു. വിളിച്ചത് ഗോപിസുന്ദർ സാറാണ്. അത് കഴിഞ്ഞു
2 ദിവസം കഴിഞ്ഞ് 3-ാം ദിവസം വീണ്ടും എന്നെ വിളിക്കുകയാണ്. വിളിച്ചിട്ട് ചേട്ടാ നമുക്ക് ആ പാട്ടൊന്ന് നോക്കണ്ടേ, ഞാൻ പ്രോഗ്രാമിൻ്റെ ഒരു തിരക്കിലാണ്, ഞാൻ വിളിക്കാം. എൻ്റെ ഒരു സ്ഥിതി നോക്കണേ. നാടൻ പാട്ട് പാടിയിട്ട് ഇങ്ങനെ കറങ്ങി നടക്കാൻ ഇടയ്ക്കാണ് ഗോപിസുന്ദർ സാർ വിളിക്കുമ്പോൾ ഞാൻ പറയുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ 3-ാമത്തെ തവണ അദ്ദേഹം വിളിച്ചു. ടോണ് മാറി, സ്വരസ്ഥാനം മാറി. ക്ലാസിക്കലായിട്ട് പറഞ്ഞ ചേട്ടാ നമുക്ക് ആ പാട്ടൊന്ന് ചെയ്യണ്ടേ എന്ന് ചോദിച്ചു. അപ്പോൾ ഇത് ഹൈ പിച്ചിലാണല്ലോ. അപ്പോൾ ഞാൻ ഓക്കെ, അപ്പോൾ പിന്നെ സാർ ഓക്കെ ഞാൻ വരാം, എനിക്ക് ലൊക്കേഷനൊക്കെ ഒന്ന് അയച്ചു തരും പറഞ്ഞു. ഞാൻ വന്ന് തൃപ്പൂണിത്തുറയിൽ ഇറങ്ങി അന്വേഷിച്ച് പിടിച്ച് നേരെ മതിലിൽ പോയി നോക്കുമ്പോൾ മ്യൂസിക് ഡയറക്ടർ ഗോപി സുന്ദർ. ഞാൻ മതിലിൽ കുറേ നേരം ചാരി നിന്നു. ഇനിയിപ്പോൾ ഇത് എങ്ങനെ എന്നെ വിളിച്ച് വരുത്തിയിട്ട് ഇറങ്ങിപ്പോ എന്ന് പറയാൻ വേണ്ടി വിളിച്ചതാണെന്ന് എനിക്കറിയില്ലല്ലോ. കിടക്ക് പുറത്ത് ഞാനിതൊക്കെ കണക്കൂട്ടി ഇത് കണ്ട ഈശ്വര കഴിഞ്ഞു, പരിപാടി അവസാനിച്ചു. ഞാൻ നേരെ പോയപ്പോൾ നേരെ മുന്നിൽ വന്നപ്പോൾ ഞാൻ നമസ്കാരം സാർ പറഞ്ഞു. ഞാനിങ്ങനെ തൊട്ട് തൊഴാൻ പോയപ്പോൾ അങ്ങനെ പിടിച്ച് നിർത്തി. ഏയ് അതൊന്നും ഇവിടെ പറ്റില്ല, ഒന്നും ഇഷ്ടമല്ല, അതൊന്നും സന്തോഷമുള്ളൂ. അല്ല ഞാനിങ്ങനെ അദ്ദേഹത്തിന് മനസ്സിലായി, എൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലായി. ഒരു കുഴപ്പമില്ല ചേട്ടാ, ഞാൻ ഓക്കെ ആക്കി വെച്ചിട്ടുണ്ട്, അത് പാടിക്കോളൂ പറഞ്ഞു. നേരെ അവിടെ പോയപ്പോൾ മഞ്ഞ ബൾബ്, മഞ്ഞ ബൾബുകൾ മിന്നി 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 കത്തുമ്പോൾ എന്നെ നോക്കണേ എന്നെ നോക്കണേ എന്നെ നോക്കണേ, വഴയ്ക്ക വെള്ളരിക്ക കത്തിരിക്ക കൂട്ട് 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 കൂട്ട്. ഇത് ഞാൻ ബേസിലെ പാടിയത്, പക്ഷെ ശരിക്കും അമ്പ കഴിപ്പിച്ചില്ല. ശരിക്കും നമ്മൾ പാലക്കാടൻ ഭാഷ പെര പൊളിയും അങ്ങനെയുള്ള ശബ്ദമായിരുന്നു. പിന്നെ അത് ഗംഭീരമായിട്ട് പാടി, നല്ല രസമായിട്ട് പാടി. എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആ പാട്ട്. അതിനുശേഷമുള്ള ബന്ധം അദ്ദേഹം എന്നെ കുറേ സിനിമകളിൽ പാടിപ്പിച്ചു. അങ്ങനെയാണ് ബിജു മേനോൻ സാറ് തുണ്ട് എന്നുള്ള സിനിമയിലേക്ക് വരുന്നത്. തുണ്ട് എന്നുള്ള സിനിമ ഇന്നുവരെ ഞാൻ പാടിയിട്ടുള്ള സിനിമകളിൽ വെച്ച്, ഇന്നുവരെ ഞാൻ പാടിയിട്ടുള്ള പാട്ടുകളിൽ വെച്ച് എനിക്ക് വളരെ ഇഷ്ടമുള്ള പാട്ടും മനോഹരമായി പിന്നെ ചെയ്തു വെച്ചിട്ടുള്ളൊരു സംഭവമാണത്. കമ്പോസിഷനും കൂടിയാണ് അത്. അദ്ദേഹം ബേസിൽ ആദ്യം അത് ചെയ്തു വെച്ചിട്ടുള്ളത്, ആദ്യം തുടങ്ങുന്ന ഫസ്റ്റ് പോർഷൻ വന്നിട്ട് ഒരു മെലോഡി സൈസിലാണ് അങ്ങനെ പോകുന്നത്. അങ്ങനെ പോയിട്ട് സെക്കൻഡ് പോർഷൻ വന്ന് അങ്ങനെ മാറി, മൂഡ് മാറി, പിന്നെ ഫാസ്റ്റ് നമ്പറിലേക്ക് വരികയാണ്. അപ്പോൾ 2 തരത്തിൽപ്പെട്ട ആളുകളെയും സന്തോഷിപ്പിക്കാനുള്ളൊരു സൂത്രപ്പണി ഗോപിസുന്ദർ സാർ അതിൽ ചെയ്തിട്ടുണ്ട്, ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അത് വിഷ്വലൈസ് ചെയ്തതും മനോഹരമായിട്ടുണ്ട്, സിനിമ നന്നായിട്ടുണ്ട്. അത് ഇതാണ്, വാനിൽ നിന്നും താഴെ താഴെ ഭൂമി എന്നൊരു തുണ്ട്, ഭൂമിത്തുണ്ടിൽ വേനലുണ്ട് കൂടെ പൂമഴയുണ്ട്, വേനൽ കൊട്ടും ചൂടും തലയിൽ കൊണ്ട്, പിന്നെ ചാറ്റൽ മഴയും കണ്ട്, ഞാനൊന്നുണ്ട് നീയൊന്നുണ്ട്. ഒരു ഇടയ്ക്കൊന്ന് പാടിയതിൽ ചെറിയൊരു പിച്ച് വ്യത്യാസമുണ്ട്. ഇങ്ങനൊരു സംഭവത്തിൽ ഇങ്ങനെ പോയിട്ട് അങ്ങനെ മാറണം. ഒറ്റയ്ക്ക് നിൽക്കണ ചെടിയേ ബീറ്റാണ്, പറ്റയ്ക്ക് പാടില്ല ചെടിയേ, കട്ടയ്ക്ക് ഞാനുണ്ട് ഗടിയേ, പൊട്ടിച്ചിരിക്കട്ടെ വെറുതെ. അങ്ങനെ പാട്ടിങ്ങനെ പൊരിച്ചെടുക്കുന്നതാണ്. ഇത് 2 പോർഷനിൽ ഞാനത് എന്താ പറയുക, ഞാനൊക്കെ പാടുമ്പോൾ കളിക്കുമായിരുന്നേ, സ്റ്റുഡിയോയിൽ ബൂത്തിലിരുന്ന് കളിയായിരുന്നു. അത്ര രസമായിട്ടാണ് അദ്ദേഹം അത് ചെയ്തു വെച്ചത്. ആ ഒരു പാട്ടും ഭയങ്കരമായിട്ട് ആളുകളുടെ മനസ്സിൽ തങ്ങി നിന്നു തന്നെ പറയാം. തുണ്ടിലെ പാട്ട് ഗംഭീരമായിട്ട് പോവുകയും ചെയ്തു. പക്ഷേ അത് ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോയി എന്നല്ലാതെ വേറെ ഒരു പ്രശ്നം അതിലുണ്ടായില്ല. നന്നായി ഇഷ്ടപ്പെട്ടു ആ പാട്ട്. ഇപ്പോൾ ശശിയേട്ടൻ ഇപ്പം സിനിമകളെ മാറ്റി നിർത്തി, ശശിയേട്ടൻ എന്ന് പറയുന്ന സിംഗർ എന്തുകൊണ്ട് ഫോക്ക് മ്യൂസിക്കിൽ പോയി എന്നുള്ള അബദ്ധ ചോദ്യം ഒന്നും ഞാൻ ചോദിക്കില്ല. കാരണം പാലക്കാട് എന്ന് പറയുമ്പോൾ തന്നെ വളരെ ശക്തമായ ഒരുപാട് നാടൻ കലാരൂപങ്ങൾ അല്ലേ, നമ്മൾ വേറെ എവിടെയും കാണാൻ കിട്ടാത്ത തരം അങ്ങനത്തെ ഒരു ശക്തമായ സമ്പന്നമായ ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ വളർന്നൊരു കുട്ടി ഇതിലേക്ക് വന്നിരിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷെ എന്നാലും ശശിയേട്ടൻ പറയൂ, എങ്ങനെയാണ് ഈ പാട്ടുകളിലേക്കും ഈ ഒരു ഫ്ലോയിലേക്ക് എങ്ങനെയാണ് ശശിയേട്ടൻ വരുന്നത്? എൻ്റെ എല്ലാ കാര്യങ്ങളിലും ഒരു സ്റ്റോറി ഉണ്ടാവും, ഒരു സംഭവം ഉണ്ടാവും. അത് ഈ പാട്ടിൻ്റെ മേഖലയിലേക്ക് വന്നതും അങ്ങനെ ഒരു സംഭവമാണ്. ഞാൻ 10ാം ക്ലാസ് പഠിക്കുന്നത് വരെ ഞാനൊരു പാട്ടുകാരനാണെന്ന് ആരും അറിയില്ല. ഞാൻ 10ാം ക്ലാസ് പഠിച്ചത് 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ പഠിച്ചത് രാമശ്ശേരി ലോവർ പ്രൈമറി സ്കൂളിലാണ്. അതിനുശേഷം 7ാം ക്ലാസ് വരെ പഠിച്ചത് എലപ്പുള്ളി സ്കൂളിലാണ്. ശേഷം ഹൈസ്കൂൾ വരെ എലപ്പുള്ളി ഹൈസ്കൂളിൽ പഠിക്കണം. ഈ അത്രയും കാലവും എന്നെ ആരും പാട്ടുകാരനായിട്ട് അറിയില്ല. ഞാൻ അത്യാവശ്യം പാടിയതായിട്ട് ഓർക്കുന്നത് തന്നെ
അമ്മയുടെ മുന്നിലാണ്. അമ്മയും അമ്മയുടെ ഒരു കൂട്ടുകാരിയുണ്ട്, അവരുടെ മുന്നിലാണ് പാടി. അതൊരു പഴയ മാപ്പിളപ്പാട്ട് പാടിയതായിട്ട്. എത്രയും ബഹുമാനപ്പെട്ട എൻ്റെ പ്രിയ ഭർത്താവ് വായിക്കുവാൻ സ്വന്തം ഭാര്യ, ഇങ്ങനൊരു സാധനം. അങ്ങനെ കത്തുപാട്ട്. അതിങ്ങനെ എപ്പോഴും എന്നെ കണ്ടു കഴിഞ്ഞാൽ ഈ ചേച്ചി അമ്മ ഇങ്ങനെ രണ്ടുപേരും പാട് ആ രണ്ടുപേരും എനിക്ക് അറിയുള്ളൂ അന്ന്. അങ്ങനെ പാടും. അതോടെ കഴിഞ്ഞു. ഇപ്പോൾ 10ാം ക്ലാസ്സിൽ വരെ എത്തുന്ന സമയത്ത് എൻ്റെ ക്ലാസ്സിലുള്ള കുട്ടികൾ, ഒരു അപ്പാവ് പറഞ്ഞൊരു കുട്ടിയുണ്ട്. അപ്പാവ് അദ്ദേഹം ഇന്ന് പാറേലപ്പള്ളി ഭാഗത്തൊരു മസ്ജിദിൽ പ്രധാനപ്പെട്ടൊരു ആളാണ്. അപ്പോൾ അദ്ദേഹമാണ് അവിടുത്തെ പാട്ടുകാരൻ എൻ്റെ ക്ലാസ്സിലെ. അദ്ദേഹം പാടുന്ന പാട്ട് മാപ്പിളപ്പാട്ടായിരുന്നു. കാപ്പ് മല കണ്ട പൂങ്കാറ്റേ കാണിക്ക നീ കൊണ്ട് വന്നാട്ടെ, കാരക്ക കായ്ക്കുന്ന നാടിൻ്റെ മധുവൂറും കിസ്സ പറഞ്ഞാട്ടെ. ഈ പാട്ടാണ് അദ്ദേഹം പാടുക. അദ്ദേഹം 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ഈ പാട്ട് തന്നെ വേറെ പാടിയിട്ടില്ല. അതുകൊണ്ടെന്തോ ഞാനത് കാണാപ്പാടം പഠിച്ചു ആ പാട്ട് മുഴുവനും. അപ്പോഴും എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു, എന്നെ ആരെങ്കിലും ഒന്ന് പാടാൻ പറഞ്ഞിരുന്നെങ്കിൽ. പക്ഷേ എന്നെ ആരും പറഞ്ഞില്ല. എൻ്റെ വീട്ടിലും പറഞ്ഞു. എൻ്റെ വീട്ടിലും അതുപോലെ പറയാൻ പറ്റുന്ന ഒരു പാട്ട് പഠിക്കണം എന്നുള്ള പറയാൻ പറ്റുന്നൊരു സാഹചര്യത്തിൽ അല്ലായിരുന്നു. പക്ഷേ എന്നിട്ടും എനിക്കൊരു ഓർമ്മ വരുന്നത്, 7ാം ക്ലാസ്സിൽ ഗൗരി ടീച്ചറായിരുന്നു പാട്ട് ടീച്ചർ ഒരു പാട്ട് പഠിപ്പിച്ചത്, ഒരു പ്രാർത്ഥനാ ഗാനം. ഹൃദയ പങ്കജം വികസിപ്പിക്കുന്ന സദയ ദൈവമേ നമസ്കാരം, ഇങ്ങനെ പറഞ്ഞു പോകുന്നൊരു പാട്ടാണ് പഠിപ്പിച്ചതെന്ന്. ഞാനത് നന്നായി പാടുകയും ചെയ്തു. ടീച്ചറെ കൊണ്ട് ഞാനത് ഇങ്ങനെ പാടിക്കൊടുത്തപ്പോൾ ടീച്ചർ പക്ഷേ എന്നെ ശ്രദ്ധിച്ചില്ല. എനിക്കത് ഓർമ്മയുണ്ട്. ടീച്ചർ ഒന്ന് പാടിയല്ലോ എന്ന് പറഞ്ഞ് വിളിച്ച് ഒന്നുകൂടെ പാടിക്കുന്ന ഒരു ശ്രദ്ധ കിട്ടിയിരുന്നെങ്കിൽ ചിലപ്പോൾ എനിക്ക് എൻ്റെ റൂട്ടൊന്ന് ഡൈവേർട്ടാവുമായിരുന്നു. പക്ഷേ ശ്രദ്ധിച്ചില്ല. അതൊക്കെ ഓരോ വരയുണ്ടല്ലോ, അത് വഴിയല്ലേ പോവുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു വിശ്വാസം. അപ്പോൾ ടീച്ചർ പക്ഷേ അത് വിട്ട് കളഞ്ഞു. ഞാനും വിട്ട് കളഞ്ഞു. 10ാം ക്ലാസ് കഴിഞ്ഞിട്ടും അതെല്ലാം അവസാനിച്ചു. പാട്ടിൻ്റെ വഴിക്കില്ല, ഒന്നുമില്ല. 10ാം ക്ലാസ് കഴിയുമ്പോൾ ഞാൻ പാട്ടുകാരനാണെന്ന് ഒരാളും അറിയാതെ 10ാം ക്ലാസ് കഴിഞ്ഞ് പോവുകയാണ്. അവസാനം എലപ്പുള്ളി കുന്നാച്ചിയിലുള്ള ശ്രീവിശാലം കോളേജിൽ ഒരു ട്യൂഷൻ സെൻ്റർ ഉണ്ട്. അവിടെ ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലുള്ള ഒരു മത്സരം ഉണ്ടാവുകയാണ് അവിടെ. ആ മത്സരത്തിലാണ് പാട്ടുകാരൻ ശശികുമാർ, എൻ്റെ മുഴുവൻ പേര് ശശികുമാറാണ്. ശശികുമാർ എന്ന പാട്ടുകാരൻ അവിടെയാണ് ജനിക്കുന്നത്. അവിടെ കുട്ടികളും തമ്മിലുള്ള മത്സരത്തിൽ ആൺകുട്ടികൾ ജയിച്ചാൽ പാട്ട് പാടണം, പെൺകുട്ടികൾ ജയിച്ചാൽ ഒരു പാട്ട് പാടണം. എൻ്റെ കൂട്ടത്തിലുള്ളൊരു മുരളി എന്ന കൂട്ടുകാരൻ, ഞങ്ങൾ തോറ്റു കഴിഞ്ഞാൽ ശശി പാടെന്ന് പറഞ്ഞു. ഞാൻ പാടുന്ന അറിഞ്ഞിട്ടൊന്നുമല്ല, അവൻ വെറുതെ ഇങ്ങനെ പറഞ്ഞു. അവസാനം ഞങ്ങൾ വഴക്കം പോലെ, തമിഴ് പോലെ ഞങ്ങൾ തോറ്റു. അവിടെ വെച്ച് പാടിയ പാട്ടാണ് നീരാടുവാൻ നിളയിൽ നീരാടുവാൻ. ഈ പാട്ടാണ് അവിടെ വെച്ച് പാടുന്നത്. അത് പിന്നെ ഞാൻ പാട്ടുകാരനായിട്ട് അവിടെ മുദ്ര കുത്തുകയാണ്. പിന്നെ അങ്ങനെ മുദ്ര കുത്തപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളൊരു ഉത്തരവാദിത്വം അവിടെ ജനിക്കുകയാണല്ലോ. പിന്നെ നമ്മൾ പാടിക്കൊണ്ടേയിരിക്കണം. നമ്മൾ പഴയ പാട്ടുകൾ, പുതിയ പാട്ടുകൾ ഒക്കെ തിരഞ്ഞെടുത്ത് അതിനൊക്കെ എഴുതി കൂട്ടി വെച്ച് നമ്മൾക്ക് അതെ എഴുതി വെച്ച് പാട്ട് പഠിച്ച് പിന്നെ ഭീകര പാട്ടുകാരനായി. നമ്മൾ അറിയുന്ന പാട്ട് വെച്ചിട്ട് അവരുടെ മുന്നിൽ ഗംഭീരമായിട്ട് പാടി. അങ്ങനെ പാട്ടുകാരനെ വന്നപ്പോഴാണ് എനിക്കൊരു തോന്നൽ വരുന്നത്, ശരി എന്നാൽ പിന്നെ മ്യൂസിക് പഠിക്കാം എന്ന് കരുതി. ഞാനിതിനിടയ്ക്ക് വീട്ടിൽ പറയുന്നുണ്ട് എനിക്ക് പാട്ട് പഠിക്കണമെന്ന്. അപ്പോൾ അവിടെ വീട്ടിൽ പാട്ട് പഠിക്കേണ്ട സാഹചര്യമൊന്നും അല്ല എന്നുള്ള തരത്തിൽ എന്നെ പിന്തിരിപ്പിക്കുക ചെയ്ത്. അവസാനം ചിറ്റൂർ കോളേജിലേക്ക് ഞാൻ പാട്ട് പഠിക്കാനായിട്ട് പോകണം, മ്യൂസിക്കിന് വേണ്ടി പോകണം. പാട്ടുകാരൻ അതിനിടയ്ക്ക് എന്നെ കണ്ടു കഴിഞ്ഞാൽ എന്നോട് ചോദിക്കാതെ ഇനി അടുത്തത് ശശികുമാറിൻ്റെ ഒരു മിമിക്രിയും ഒരു മോണാക്റ്റും ഒരു പാട്ടും ഉണ്ടാകുന്നു. അപ്പോൾ എന്നെക്കൊണ്ട് പറയും, അയ്യോ അത് വലിയ പ്രശ്നമാണ്. ആ സമയത്തൊക്കെ കുറേ ലളിത ഗാനങ്ങളും പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതും കുറേ കഥകളാണ്. അതൊന്നും ഇപ്പോൾ നമുക്ക് നമ്മുടെ റൂട്ടിലേക്ക് പോകാം. അപ്പം നേരെ ചിറ്റൂർ കോളേജിലേക്ക് ഞാൻ മ്യൂസിക്കിന് പോകണം. ആപ്ലിക്കേഷനൊക്കെ എഴുതി കറക്റ്റായിട്ട് പോസ്റ്റ് ചെയ്യാൻ നിൽക്കുമ്പോൾ ഒരു മാഷ് വിളിച്ചിട്ട് ശശി ഇവിടെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ കൊടുത്തപ്പോൾ ഇതെന്താ സംഭവിച്ചു, മ്യൂസിക്കിന് പോകാനാണ് മാഷേ. മ്യൂസിക്കിന് പോവാണ് നീയോ, ഇങ്ങോട്ടാന്ന്. അത് വാങ്ങി മ്യൂസിക് വെട്ടി ജോഗ്രഫി എഴുതി വെച്ചു. അങ്ങനെ ചിറ്റൂർ കോളേജിൽ പാട്ട് പഠിക്കാൻ പോയ ആൾ ഭൂമിശാസ്ത്രം പഠിച്ചിട്ട് വന്നു ചിറ്റൂർ കോളേജിൽ. അപ്പോൾ എൻ്റെ സങ്കടം എങ്ങനെ ഉണ്ടായിരുന്നു അറിയോ, എൻ്റെ വിഷമം തീർത്ത ഞാൻ ക്ലാസ് ഇല്ലാത്ത സമയങ്ങളിൽ മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റ് പുഴയുടെ ഓരത്താണല്ലോ ചിറ്റൂർ കോളേജിൽ. നേരെ പുഴയുടെ അപ്പുറത്ത് പോയിരുന്ന് ഈ ഡിപ്പാർട്ട്മെൻറ്റ് അപ്പുറത്ത് ഇരുന്ന് കുറേ നേരം ഇവർ ശ്രുതി ഇട്ട് പാടുന്നതും അതൊക്കെ അവിടെ ഇരുന്ന് കുറേ നേരം കേൾക്കും. എന്നിട്ട് ഞാൻ സമാധാനിപ്പിക്കുകയും തിരിച്ചു വരും. ഇതായിരുന്നു എൻ്റെ പരിപാടി. അതിൻ്റെ ഈ സങ്കടം തീർത്തിൽ ഞാൻ വല്ലാതെ ഇങ്ങനെ തികട്ടി വന്നുകൊണ്ടിരുന്നു. അവസാനം ഞാനത് പ്രൈവറ്റായിട്ട് പഠിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് കൊണ്ടെത്തുകയാണ്. അങ്ങനെ ക്ലാസിക്കൽ കുറച്ച് കാലം പഠിച്ചു. എന്നെ മാവേലിക്കര കുഞ്ഞോ മാസ്റ്റർ കീഴിലാണ് ആദ്യം ഞാൻ സപ്പാസ കുറച്ച് പഠിക്കുന്നത്. ശേഷം എന്നെ പ്രൊഫസർ മോഹൻദാസ് പഠിപ്പിച്ചിരുന്നു. വടിവേലു മാസ്റ്റർ കീഴിലും കുറച്ച് പഠിച്ചിരുന്നു. ഇവരൊക്കെയാണ് എന്നെ പാട്ട് പഠിപ്പിച്ചത്. ആ പാട്ട് പഠിത്തത്തിൻ്റെ ഇടയിലാണ്
പിന്നീട് ഈ ഇത് ജീവിത പ്രാരാബ്ദങ്ങളുടെ ഇതിലേക്ക് വന്നപ്പോഴും ഞാനവിടെ ഒരു സ്വകാര്യ കമ്പനിയിലെ ജീവനക്കാരനായി 22 വർഷക്കാലം ഞാൻ ജോലിയെടുത്തു. പക്ഷേ ജോലി എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ, അവിടെ ജോലിക്ക് പോയിട്ടേ ഇല്ല. എൻ്റെ ഈ നമ്മൾ ഈ പാട്ടിന് ഒരു പഴഞ്ചൊല്ലില്ലേ, പാടിന വായും ആടിന കാലും ചുമ്മാ എടുക്കാതെന്ന്. അതുപോലെ ഈ പാടിന വായും കൊണ്ട് ഞാൻ കമ്പനിയിൽ പണിയെടുക്കാൻ പറ്റില്ലല്ലോ. ഞാൻ പുറത്ത് ചാടി. കൺഫർമേഷൻ ലെറ്റർ എൻ്റെ കൈ കിട്ടിയതോടുകൂടി ഞാൻ പിന്നെ പ്രോഗ്രാമായിട്ട് യാത്രയായി. അതുകൊണ്ട് ജോലിക്ക് പോക്ക് കുറവായി. അങ്ങനെ അവസാനം ഗാനമേള, ഭക്തിഗാനമേള ചെയ്ത് ഭക്തിഗാനമേളയും ഗാനമേളയും ഒരു സുപ്രഭാതത്തിൽ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അവസാനിപ്പിച്ച് എനിക്ക് തോന്നി എൻ്റെ യാത്ര ഇതല്ല, കുറച്ചുകൂടി ജനമനസ്സുകളിൽ കയറി കിടക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ നാടിൻ്റെ സംസ്കാര തിളക്കമുള്ള, തനിവായ, തനിമയാർന്ന, മനോഹരമായ മാണിക്യക്കല്ലുകളായ നാട്ടുവഴക്കങ്ങളെ പ്രചരിപ്പിക്കാനും ആ പാട്ടുകൾ കണ്ടെത്താനും ഒരു യാത്ര നടത്തണം എന്നൊരു തോന്നൽ എവിടെ നിന്ന് ഒരു വെളിപാട് പോലെ എനിക്ക് വരികയാണ്. അപ്പോൾ ഈ ഒരു വെളിപാടൊക്കെ ഞാൻ അതാ പറഞ്ഞു വന്നത്, മാഷ് മ്യൂസിക്കിന് വേണ്ടി ജോഗ്രഫിയൊക്കെ ആക്കിയത് ചിലപ്പോൾ ഈ എൻ്റെ യാത്ര ഇങ്ങനെ വരാനായിരിക്കും. അങ്ങനെ എല്ലാം ഗാനമേളയും ക്ലാസിക്കൊക്കെ അവസാനിപ്പിച്ച് ഫോക്കിലേക്ക് തിരിയാണ്. പിന്നെ ഫോക്കിൻ്റെ മേഖലയിലേക്ക് വന്നതോടുകൂടി പല തരത്തിലുള്ള പാട്ടുകൾ കണ്ടെത്താനും, പല തരത്തിലുള്ള പാട്ടുകൾ എഴുതാനും, പല രീതിയിലുള്ള പരിപാടികൾ ചെയ്യാനും, പിന്നെ പല വലിയ ആളുകളെ കാണാനും, നമ്മുടെ നാട്ടിലുള്ള പ്രായമുള്ള ആളുകളെ കാണാനും ഒക്കെ തുടങ്ങി. അങ്ങനെ നടന്നുപോയ വഴികളിലൊക്കെ എനിക്ക് കളഞ്ഞു കിട്ടിയ, ചോർന്ന് കിട്ടിയ, പകർന്നു കിട്ടിയ പാട്ടുകളൊക്കെ ചേർത്ത് വെച്ചുകൊണ്ടാണ് എൻ്റെ യാത്ര. അങ്ങനെ പാട്ട് ഓം ഹരകരകാളി അനുകൂലദേവി കരനുട 3-ാം തിരുവിഴി തന്നിൽ പരിചോട് വന്നു പിറന്നൊരു ദേവി, ഒരു പൂരണി ഭൂമി ദേവി കാരണി കമലക്കണ്ണി കാര്യാനതോടെ ഇട്ട് ഒരു മുക്കുത്തി മുലക്കച്ച കെട്ടി ഉന്നതം മേലച്ചാർത്തി 7 ചെഴം കൊച്ചുതറ കോതമ്പുറത്തറുത്ത് കുട്ടിയോര് ബലമണ്ഡപത്ത് വന്ന് ആടിപ്പാടി കളിക്കണ നേരത്തിങ്കൽ അല്ലലാപിണി മഹാവ്യാധി തീർത്ത് എന്നും പടിയും കുടിയും താനും തറവാടും സന്തോഷമായിരിക്കണം. ഉരിവിട്ട കന്നിനും വാരി വിതച്ച വിത്തിനും അലർന്ന കാറ്റിനും ആരാന്റെ ശത്രുവിനും തള്ളിക്കൊടുക്കാതെ കാലാകാലം വരോളം കാത്തുരക്ഷിക്കണം എൻ്റെ കണ്ടങ്കാളി ചീറമ്പേ, കാലാകാലം വരോളം കാത്തുരക്ഷിക്കണം കാളിനീലി കണ്ടങ്കാളി ചീറമ്പേ. ഇത് എന്താണ്? ഇതൊരു ചൊല്ലാണ്. ഒരു നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ പഴയ കാരണവന്മാരൊക്കെ പാടിയൊരു ചൊല്ലാണ്, ഒരു ചാറ്റാണിത്. ഈ ചാറ്റ് പാലക്കാട് പാടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഓരോ ജില്ലയ്ക്കും ഓരോ തരത്തിലുള്ള വ്യത്യസ്തങ്ങളായ എന്താ പറയുക, നാട്ടുതനിമകളാണ്, ആചാരങ്ങളാണ്, അനുഷ്ഠാനങ്ങളാണ്. ഓരോ വീട്ടിനും ഓരോ രീതിയിലാണ്. ഇപ്പോൾ എൻ്റെ വീട്ടിലുള്ളതുപോലെയല്ല വേറൊരാളുടെ വീട്ടിൽ ഒക്കെ ഓരോരോ വ്യത്യാസങ്ങളുണ്ടാകും. അതുപോലെ ആകുമ്പോൾ ഈ നാട് മുഴുവൻ വ്യത്യസ്തങ്ങളായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും രീതികളൊക്കെ കൊണ്ട് നിറഞ്ഞു കിടക്കുന്ന സമ്പന്നമാണ്. തീരാത്ത എന്താ പറയുക, ഒരു പിന്നെ ഖജനാവാണ്. എത്ര എടുത്താലും തീരില്ല. അത്രയും മനോഹരമായിട്ടുള്ള നാട്ടുമൊഴികളും വാമൊഴികളും വായ്ത്താരികളും ചാറ്റുകളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ നിറഞ്ഞു കിടക്കുന്നതാണ്. ഇതിന്നൊക്കെ ഒരു അരികിൽ നിന്ന് കുറച്ച് നമുക്ക് പകർന്നും ചോർന്നും കിട്ടി കൊത്തിയെടുത്തുള്ള സാധനങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞും പഠിത്തങ്ങളൊക്കെ നടക്കുന്നത്. അത് കേട്ടാണ് പലതരത്തിലുള്ള വലിയ കാര്യങ്ങൾ വരെ എനിക്ക് വന്നു ചേർന്നിട്ടുള്ളത്. ഞാൻ ഇതിൽ ഇങ്ങനെ നാട്ടുവഴക്കങ്ങൾ തേടി പോകുന്നതിനിടയ്ക്ക് പല യാത്രകൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ കിട്ടിയൊരു പാട്ടാണിത്. അങ്ങനെ ഈ ചാറ്റ് പറഞ്ഞത്, ഇത് കുട്ടികൾ കളിക്കുമ്പോഴുള്ള പാട്ടുകൾ എനിക്ക് കളഞ്ഞു കിട്ടിയിട്ടുണ്ട് ചില പാട്ടുകൾ. അതിന് വെച്ച് ഞാൻ ആൽബം ചെയ്തു. അതിങ്ങനെയാണ്: എക്കിടി സുക്കിടി ഇരട്ടപ്പേക്ക് മൂക്കഞ്ചൂളി നാക്കാനന്ദം ഐവറസോലെ അറുമുഖതകിടി എഴുവാമീന് എട്ടച്ചിക്കോട്ടെ തുമ്പാപ്പേട്ടെ പേശി. വേറെ ഏതോ ഒരു ഭാഷ പോലെ തോന്നിയില്ലേ? സത്യത്തിൽ അതല്ല, ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് കോട്ടി കളിച്ചാണ്. കോട്ടി കളിക്കുമ്പോൾ എക്കിടി സുക്കിടി പറഞ്ഞ 1, ഇരട്ടപ്പേക്ക് മൂക്കഞ്ചൂളി നാക്കാനന്ദം ഐവറസാലെ അറുമുഖതകിടി എഴുവാമീനെ എട്ടച്ചിക്കോട്ടെ തുമ്പാപ്പേട്ടെ പേശി പറഞ്ഞ കോട്ടി കൊണ്ട് അടി അടിച്ചു. അവിടെ നമ്മൾ ഒരു മടി ഇടുമല്ലോ, അതിട്ട് കഴിഞ്ഞാൽ ജയിച്ചു. ഇത് കുട്ടിക്കാലത്ത് കളിച്ച ഒരു കളി. ഇങ്ങനെ കളി സമയത്ത് പാടിയ വാക്കുകൾ ഇതിന് വെച്ച് ഞാൻ ആൽബം ചെയ്തു. അതിൻ്റെ പേര് തന്നെ ഞാൻ എക്കിടി സുക്കിടി എന്നിട്ടത്. പലരും എക്കിടി സുക്കിടി എന്താ സംഭവം എന്നൊക്കെ ചോദിച്ചു. ഈ എക്കിടി സുക്കിടിയും തുടങ്ങി ഞങ്ങളൊരു കോവിഡ് സമയത്തൊക്കെയാണ് ഇത് സംഭവിച്ചത്. ഒരു ചുരുങ്ങിയത് ആ കോവിഡ് സമയത്തൊക്കെ ഒരു 7-8 ആൽബങ്ങൾ ചെയ്തു. അതൊക്കെ നമ്മളൊരു പാട്ട് ചെയ്യാൻ, അതെ, നമ്മളൊരു ഏട്ടന്റെ ഫ്രണ്ട്സും അവരുടെ കുടുംബങ്ങളുമായിട്ട്. അതെ പക്ഷെ ആ സമയത്ത് ഭയങ്കര വൈറലായിരുന്നു, ഭീകരമായിരുന്നല്ലോ. അയ്യോ, രക്ഷയില്ല, ഗംഭീരം. അതൊക്കെ ആ സമയത്ത് ഇപ്പോഴും കോവിഡിന്റെ ഒക്കെ എന്തെങ്കിലും ലക്ഷണം വരുമ്പോൾ ആ പാട്ട് ആൾക്കാരിടും. അതാണ് അത് പാട്ടാ നല്ലൊരു ഓർമ്മ. പിന്നെ ഇപ്പൊ ഈ ഇത്തരം പാട്ടുകൾ കേട്ടിട്ടാണോ, എങ്ങനെയാണ് സിനിമയിലേക്കുള്ള ഒരു വഴി എങ്ങനെയാണ്? ഈ പാട്ടുകൾ കളക്ട് ചെയ്തും ഇതൊക്കെ പറഞ്ഞു കൊണ്ടുപോകുന്നതിനിടയ്ക്ക് കാടുമലകൾ എന്നുള്ളൊരു പാട്ട് ഞാൻ ചെയ്തിരുന്നു. കാടുമലകളും ആ പാട്ട് ആണ് തോന്നുന്നു നമ്മുടെ കേരളത്തിലെ കവി
ഹരിനാരായണൻ ഒരു തൃശ്ശൂർ വെച്ച് അദ്ദേഹം കേൾക്കാനിടയായി. അവിടെ ഇതുപോലൊരു ഷൂട്ടിന് പോയപ്പോൾ സുദീപായിരുന്നു അതിൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സിംഗറല്ല, ഒരു ഡയറക്ടറാണ്. അത് കോണ്ടസ് എന്നൊരു സിനിമയുടെ ഡയറക്ടറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്തും കൂടെയാണ്. അദ്ദേഹത്തിൻ്റെ ഷൂട്ടായി ബന്ധപ്പെട്ട് പോയപ്പോഴാണ് അദ്ദേഹം ഹരിനാരായണനെ കാണുന്നതും അദ്ദേഹമാണ് എന്നെ ഈ സിനിമയുടെ ഇതിലേക്ക് എന്നെ പറഞ്ഞു വിടുന്നത്. അതിന് മുൻപും സിനിമയിൽ സത്യം പറഞ്ഞാൽ ഞാൻ പാടിയിട്ടുണ്ട്. ഈ സിനിമയിലേക്ക് മഞ്ഞ ബൾബുകൾ, കോടതി സംരക്ഷണം പാലം വക്കീൽ എന്നുള്ള സിനിമ വരുന്നതിന് മുൻപ് തന്നെ ഇഷ്ടംപോലെ സിനിമയിൽ പാടിയിട്ടുണ്ട്. പക്ഷേ അതൊക്കെ ചെറുതും വലുതുമായ വളരെ ഇതായിട്ട് പാടിയ പാട്ടുകളാണ്. ഗംഭീര പാട്ടുകളുണ്ട്. ഇന്ന് പുറത്തിറങ്ങാത്ത പാട്ടുകൾ, അസാധ്യ പാട്ടുണ്ട്. മൂവന്തി എന്ന് തുടങ്ങുന്നൊരു പാട്ടുണ്ടായിരുന്നു. വരി ഞാൻ പെട്ടെന്ന് പറഞ്ഞു, കൊണ്ടോട്ടിപ്പൂരം, അങ്ങനെ ഒരു സിനിമ അവിടെ ഇറങ്ങിയില്ല, എവിടേക്കോ പ്രശ്നം വന്നു. അത് ഇങ്ങനെ കുറേ സിനിമകൾ, മൂവന്തിപ്പുഴയോരത്ത് താരാരേ താരിരരാരേ താരാ, അങ്ങനെ ഒരു പാട്ടാണ്. എനിക്ക് പെട്ടെന്ന് വരി മറന്നുപോയി. അപ്പോൾ ഇതുപോലെ ഒരുപാട് പാട്ടുകൾ, ആ പാട്ടുകളൊക്കെ എന്നെ പാടിപ്പിച്ചത് പാലക്കാട്ടിൽ തന്നെ പ്രശസ്തനായൊരു സംഗീത സംവിധായകൻ സജി ശങ്കർ. മാണിക്കക്കല്ല്, കാടും മലകളും, എൻ്റെ പാട്ടുകളൊക്കെ അദ്ദേഹം മ്യൂസിക് ചെയ്തിട്ടുള്ളത്, ഓർക്കസ്ട്രേഷനൊക്കെ ചെയ്തിട്ടുള്ള അദ്ദേഹമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചെറുതും വലുതായ സിനിമകളിലൊക്കെ ഞാൻ പാടിയിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ടും അതൊന്നും അങ്ങനെ എനിക്കും അദ്ദേഹത്തിനും അത്ര ഒരു ശരിയല്ലാത്തൊരു സമയമായതുകൊണ്ടാവാം, ഓരോന്നിനും ഓരോ സമയമുണ്ടല്ലോ, അതങ്ങോട്ട് പുറത്ത് വരാണ്ട് പോയി. അതങ്ങനെ മാറി പോകുന്നതിനിടയ്ക്ക് ആണ് ഈ കാടും മലകൾ എന്നുള്ള പാട്ട് ഞാനും സജി ശങ്കറും കൂടെ പുറത്തിറക്കുന്നത്. നമ്മുടെ പാലക്കാടിനെ കുറിച്ചുള്ള ഒരു അതാണ് ഹരിനാരായണൻ കേട്ട് അദ്ദേഹം തീർച്ചയായിട്ടും പാടും. ആ പാട്ട് കേട്ടിട്ടാണ് ഗോപിസുന്ദർ സാറോട് പറയുന്നതും അദ്ദേഹം എന്നെ വിളിക്കുന്നു. ആ പാട്ട് ഇങ്ങനെയാണ്. ആ പാട്ട് ചെമ്പകശ്ശേരി വിശ്വം, ചിറ്റൂർ തത്തമംഗലം ചെമ്പകശ്ശേരി വിശ്വം അവர்களാണ് ആ പാട്ട് എഴുതിയിട്ടുള്ളത്. ആ പാട്ടൊക്കെ പുറത്ത് കൊണ്ടുവരാൻ ഷടാനാനിക്കത്ത് കുട്ടമാമ, അതെ, എനിക്ക് വളരെ അടുപ്പമുള്ളൊരു സാറാണ് ഷടാനാനിക്കത്ത് സാറ്. അദ്ദേഹമായിട്ട് വളരെ മരണസമയത്തൊക്കെ ഞാൻ അദ്ദേഹത്തെ പോയി കാണുകയും എന്നെക്കൊണ്ട് കിടന്നുകൊണ്ട് അദ്ദേഹം എന്നെക്കൊണ്ട് ഈ പാട്ടൊക്കെ പാടിപ്പിക്കുകയും ചെയ്തു. വല്ലാത്തൊരു ഓർമ്മയാണ് അതൊക്കെ. അപ്പോൾ ഈ പാട്ട് ഒരു റിയാലിറ്റി ഷോയ്ക്ക് വേണ്ടി ഞാനൊരു കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്, പാലക്കാട്ടിലൊരു കുട്ടിക്ക്. ആ പാട്ട് ടി വിയിൽ സംപ്രേഷണം ചെയ്തപ്പോൾ അത് കണ്ടുകൊണ്ടിരുന്ന ഒരാളെന്നെ എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ച് പറയാം, എൻ്റെ അച്ഛൻ ഈ പാട്ട് കേട്ട് കളിച്ചുകൊണ്ടിരിക്കണു, ശശി ടി വിയിൽ പാടുന്നത്, എത്രയും പെട്ടെന്ന് ഒരു ആൽബം ചെയ്യണത്, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് അത് പോക്കിട്ടും പറഞ്ഞു. അത് സംപ്രേഷണം ചെയ്തതിൻ്റെ പിറ്റേന്ന് മുതൽ 4 ദിവസം കൊണ്ട് ആൽബം ചെയ്യണത്. ആ ആൽബം ചെയ്ത് ക്യാമറയും സംവിധാനവും സുദീപ് ES, തൃശ്ശൂരുള്ള സുദീപ് ES ആണ് അതിൻ്റെ എല്ലാം അദ്ദേഹം തന്നെ ചെയ്ത്, അദ്ദേഹത്തിൻ്റെ ക്രൂ ആണ് അത് ചെയ്തത്. ഗംഭീര വിജയം. ഓർക്കസ്ട്രേഷൻ സജി ശങ്കറാണ്. എൻ്റെ ടീം അംഗങ്ങൾ തന്നെയാണ് കോറസിനൊക്കെ ഉണ്ടായിരുന്നത്. അത് കോറസ് പാടി ശീതൽ മഠത്തിൽ ആ കുട്ടിയാണ് അതിൻ്റെ കോറസ് പാടി. അതിൽ ഒരു 4 വരി മാത്രമേ ഞാൻ ഷൂട്ട് സമയത്ത് എനിക്ക് മുഴുവൻ പാട്ടുകൾ അറിയില്ലായിരുന്നു. അപ്പോൾ എന്നെക്കൊണ്ട് ഡയറക്ടർ പറഞ്ഞു, ഇനി ഒരു മിനിറ്റിൻ്റെ പാട്ട് കൂടി നമുക്ക് വേണം. എന്താ വഴി ചോദിച്ചപ്പോൾ ചിറ്റൂരിനെ കുറിച്ച് പറയുന്ന 2 വരിയും നെന്മാറയെക്കുറിച്ച് പറയുന്ന 2 വരിയും 4 വരി ഞാൻ എഴുതി ചേർത്തു. അത് എൻ്റെ ഒരു ഭാഗ്യം എന്നല്ലാണ്ട് എന്താ പറയുക. അത്രയും വലിയൊരു മഹാൻ എഴുതി വെച്ച പാട്ടുകൾക്കിടയിലേക്ക് അതിനനുയോജ്യമായ രീതിയിൽ 2 വരി എഴുതി ചേർക്കാൻ എനിക്ക് കഴിഞ്ഞു എന്നുള്ളത് ഗുരുത്വം, അല്ലാണ്ട് വേറൊന്നും പറയില്ല. ആ പാട്ട് ഇങ്ങനെയാണ് പോണത്. പാലക്കാടിൻ്റെ പ്രകൃതി ഭംഗിയെക്കുറിച്ച് പറയുന്നുണ്ട്. അത് വേറെ ചില ആളുകളുടെ പരാതിയും കൂടെ ഞാൻ ഈ സമയത്ത് പറയട്ടെ. പാലക്കാട് ഈ കുറച്ച് പ്രദേശങ്ങൾ മാത്രമേ ഉള്ളൂ, പാലക്കാട് ഈ പ്രദേശങ്ങളില്ലേ എന്നൊക്കെ ഒരു ചോദ്യം വന്നു. അപ്പോൾ ഈ പോരാട്ടംകളിപ്പാട്ടും കണ്ണേറുകളിപ്പാട്ടും നമ്മുടെ പാലക്കാടിൻ്റെ കിഴക്കൻ മേഖലയിലാണ് കൂടുതലുള്ളത്. അപ്പോൾ ഈ കിഴക്കൻ മേഖലയിലുള്ളവർക്ക് ആസ്വാദ്യകരമാവുന്ന രീതിയിൽ ചേർത്ത് വെച്ചുകൊണ്ടാണ്, അവിടുത്തെ സ്ഥലങ്ങളെ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ പാട്ട് ചെയ്തത്. പടിഞ്ഞാറൻ ഇതിലുള്ളവർക്ക് ഇത് അറിയില്ല എന്നുള്ളത് കൊണ്ട് അവിടുത്തെ സ്ഥലങ്ങളെ നമ്മൾ വിട്ടുപോയി. പലരും ഇതും പരാതിയായി പറഞ്ഞാൽ പാട്ട് ഇങ്ങനെയാണ്. നമുക്ക് കാടുമലകളും കൂടി പിണയുന്ന, കാടുമലകളും കൂടി പിണയുന്ന നാടാണ് നമ്മളുടെ പാലക്കാട്. കാടുമലകളും കൂടി പിണയുന്ന, കാടുമലകളും കൂടി പിണയുന്ന നാടാണ് നമ്മളുടെ പാലക്കാട്. തോടുപുഴകളും പാടങ്ങളുണ്ടല്ലോ, തോടുപുഴകളും പാടങ്ങളുണ്ടല്ലോ, കാവും കുളങ്ങളുമേറെയുണ്ട്. തോടുപുഴകളും പാടങ്ങളുണ്ടല്ലോ, തോടുപുഴകളും പാടങ്ങളുണ്ടല്ലോ, കാവും കുളങ്ങളുമേറെയുണ്ട്. പൊരിയുന്ന വെയിലത്ത് തുടികൊട്ടി പാടുന്ന, പൊരിയുന്ന വെയിലത്ത് തുടികൊട്ടി പാടുന്ന കരിമ്പനക്കാടുണ്ട് കള്ളുമുണ്ട്. പൊരിയുന്ന വെയിലത്ത് തുടികൊട്ടി പാടുന്ന, പൊരിയുന്ന വെയിലത്ത് തുടികൊട്ടി പാടുന്ന കരിമ്പനക്കാടുണ്ട് കള്ളുമുണ്ട്.
പാലക്കാടിൻ്റെ പ്രകൃതി ഭംഗിയെ ഓരോന്നായി വർണ്ണിച്ചുകൊണ്ടാണ് ശ്രീ ചെമ്പകശ്ശേരി വിശ്വം അവരുടെ പാട്ട് എഴുതി വെച്ചിരിക്കുന്നത്. മനോഹരമായ വാക്കുകളുണ്ട്. പ്രകൃതി ഭംഗി മുഴുവൻ അദ്ദേഹം ആ വരികളിലൊക്കെ ആവാഹിച്ച് ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു പുതിയൊരു വിശേഷമുള്ള ഷഡന അനിക്കത്ത് സാറിൻ്റെ മകൻ പ്രമോദ് അനിക്കത്ത് എൻ്റെ ഈ പാട്ടിനെ ഇതിവൃത്തമാക്കിക്കൊണ്ട് തത്തമംഗലത്തിനുള്ള ഒരു മതിൽ ഈ പാട്ടിനെ ഇതിവൃത്തമാക്കിക്കൊണ്ട് ഫുള്ളായിട്ടൊരു ചിത്രം വരച്ചിരിക്കുകയാണ്. ഷഡന അനിക്കത്ത് അവരുടെ മകൻ പ്രമോദ് അനിക്കത്ത്. ഗംഭീരമായിട്ടുള്ള ഒരു മതിൽ നിറയെ ചിത്രം വരച്ചിരിക്കുകയാണ്. ഈ പാട്ടാണ് അദ്ദേഹം അതിനെ തിരഞ്ഞെടുത്തെന്നാണ് അദ്ദേഹം ഒരു ഇൻ്റർവ്യൂ പറഞ്ഞ് ഞാൻ കേട്ടത്. എന്നെ വിളിച്ച് പറഞ്ഞു, മനോഹരമായിട്ടുള്ളൊരു ചിത്രമാണത്, ഗംഭീരമായിട്ടുള്ളത്. പാലക്കാടിൻ്റെ ഭംഗി പറഞ്ഞുകൊണ്ട് പോകുന്നതിനിടയ്ക്കാണ് ഈ പാട്ട് വരുന്നത്. ഈ പാട്ട് കേട്ടാണ് ഈ ഫോക്കലിക്ക് വരുന്നത്. ഈ പാട്ടിന് തുടർന്ന് എനിക്ക് സിനിമാ ലോകത്ത് ഒരു പറ്റം പാട്ട് പാടാനും കഴിഞ്ഞു എന്നുള്ളതാണ്. പുതിയ പാട്ടുകൾ വരുന്നുണ്ടല്ലോ. വരുന്നുണ്ട്. അതായത് കോടസംരക്ഷണം ബാലവക്കലിന് ശേഷം കുറേ സിനിമകൾ വന്നു. ഇപ്പോൾ ഈ ലേറ്റസ്റ്റ് ഹിറ്റായി നിൽക്കുന്നത് ഇപ്പോൾ ആവേശത്തിലെ സൽപുത്ര എന്നുള്ള പാട്ടാണ്. അതിന് തൊട്ട് മുമ്പ് ഗോപിസുന്ദർ സാറിൻ്റെ ബിജു മേനൻ്റെ തുണ്ട് എന്നുള്ള സിനിമ നല്ല ആയിട്ട് വന്നു. ഇനിയിപ്പോൾ വരാനുള്ളത് ജോജു ജോർജിൻ്റെ ഒരു സിനിമ വരുന്നുണ്ട്, പണി എന്നുള്ള സിനിമ വരുന്നുണ്ട്. പിന്നെ മീര ജാസ്മിൻ്റെ സെക്കൻഡ് എൻട്രി പാലും പഴവും അതിലൊരു പാട്ട് പാടിയിട്ടുണ്ട്. കുടിപ്പാക എന്നൊരു സിനിമ വരുന്നുണ്ട്. കുമ്മാട്ടി എന്നൊരു സിനിമ വരുന്നുണ്ട്. പേരിടാത്തൊരു സിനിമ, അതും ഗോപിസുന്ദർ സാർ തന്നെയാണ്. അത് ശ്രീനാഥ് ബാസിക്കാണെന്ന് അതിൽ ഉള്ളത്. ഇവരെല്ലാവരും അഭിനയിക്കുന്ന ഒരു സിനിമയൊക്കെയാണ് ഇനി വരാനുള്ളത്. ഒരു 5 സിനിമയോളം പുറത്ത് വരാനുണ്ട്. നല്ല നല്ല പാട്ടുകളായിട്ടുള്ള കുറേ സിനിമകൾ പുറത്ത് വരാതെയും കിടക്കുന്നുണ്ട്. നെഗറ്റീവും പറയണല്ലോ നമ്മൾ. ഞാനൊക്കെ അഭിനയിച്ചൊരു സിനിമ, പാലക്കാടിൻ്റെ ഒരു സിനിമ മാണിക്കക്കൽ എന്നുള്ളൊരു പാട്ട്, പാലക്കാടിൻ്റെ ഒരു പൊറാട്ടം കളി പാട്ടാണല്ലോ. ആ പാട്ട് ഉൾപ്പെടുത്തിക്കൊണ്ടത് ഇനിയിപ്പോൾ എന്തായാലും സിനിമ വരുമല്ലോ എന്നറിയില്ല, അതുകൊണ്ട് ഇനിയിപ്പോൾ അത് തുറന്ന് പറയാം. ആ പാട്ട് മാണിക്കക്കൽ എന്നുള്ള പാട്ട് അതിന് പാടിക്കൊണ്ട് ഗംഭീരമായിട്ടുള്ളൊരു സിനിമ, ഞാനതിൽ അഭിനയിക്കുകയാണ്. അത് സ്റ്റേജിൽ നിന്ന് പെർഫോം ചെയ്ത് പാടുന്നൊരു സാധനം. അപ്പോൾ അതിൽ നമ്മുടെ സിനിമയിലെ പ്രധാനപ്പെട്ട താരങ്ങൾ അതൊക്കെ വരുന്നുണ്ട് അണിനിരത്തുകൊണ്ട്. ഗംഭീരമായിട്ട് നമ്മുടെ TV ഫെയിമും തങ്കച്ചനൊക്കെ ഉണ്ടല്ലോ, തങ്കു, അവരെല്ലാം കൂടെ വരുന്നൊക്കെ ഉൾപ്പെടുന്നൊരു സംഭവമാണ്. നല്ല പാട്ട് മാണിക്കക്കല്ല് എന്നുള്ളത് വേറൊരു രീതിയിൽ നമ്മുടെ പാലക്കാടിൻ്റെ രീതി തന്നെയാണെങ്കിലും അത് കുറച്ചുകൂടി ഇൻസ്ട്രുമെൻസൊക്കെ റെഡിയാക്കി വെച്ച് അതിനെ സിനിമയ്ക്ക് പറ്റുന്ന രീതിയിൽ അതിൽ ചേരുവകളൊക്കെ ചേർത്ത് വെച്ചു. നല്ല രസമായിട്ടുള്ള തനിമ ഒട്ടും ചോരാതെ എന്നാൽ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മാണിക്കക്കല്ല് എന്നുള്ള പാട്ട് പാലക്കാടിൻ്റെ പാട്ടാണ്. അത് എല്ലാവർക്കും അറിയാം. മാണിക്കക്കല്ലിനെ മറക്കില്ല ഞാൻ നിന്നെ, മറക്കണ്ട നീ എന്നെ മരിക്കോളം നോക്കണേ, മറക്കണ്ട നീ എന്നെ മരിക്കോളം നോക്കണേ. ഇതിങ്ങനെ പറഞ്ഞു പോകും. കുറേ വരികളുണ്ട്. ഈ പാട്ടും എല്ലാ പാട്ടിനും ഒരു ചരിത്രമുണ്ട്. എല്ലാത്തിനും ഒരു ആചാരം അനുഷ്ഠാനം ഉള്ളതുപോലെ എല്ലാ പാട്ടിനും ഒരു ചരിത്രമുണ്ട്, ഒരു കഥയുണ്ട്. ഈ പാട്ട്, ഈ മാണിക്കല്ല് എന്നുള്ള പാട്ടുണ്ടായതിന് ആശാന്മാർ പറയുന്നത്, പാലക്കാടിലെ പൊറോട്ടങ്ങളെ ആശാന്മാർ പറഞ്ഞു കേട്ടത് ഭാര്യയും ഭർത്താവും തമ്മിൽ പിണങ്ങി. ഇപ്പോൾ ഭാര്യയും ഭർത്താവും പിണങ്ങിയപ്പോൾ ഭാര്യ പിണങ്ങിപ്പോയപ്പോൾ ആ ഭാര്യയുടെ വീട്ടിനടുത്താണ് ഈ പൊറാട്ടം കളി കലാകാരന് അന്ന് കളി വരുന്നത്. അപ്പോൾ ആശാൻ വിളിച്ചു വിടുക, അന്ന് നിൻ്റെ കെട്ടികളുടെ വീടിൻ്റെ അടുത്താണ് കളി, നീ വാ എന്ന് പറയുമ്പോൾ എനിക്ക് അവളെ കാണണ്ട, ഞാൻ അവൾ വരുന്നില്ല, എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ നിർബന്ധം പിടിച്ച് കൂട്ടിട്ട് പോകണത്രേ. കൂട്ടിട്ട് പോയിട്ട് ഭാര്യയുടെ വീട്ടിന് മുന്നിൽ കളി പറഞ്ഞപ്പോൾ ഭർത്താവല്ലേ കളിക്കുന്നത്, എന്തായാലും എൻ്റെ ഇടയ്ക്ക് വന്ന് കളി കാണായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ആ കളിപ്പന്തലിൽ നിന്ന് പാടിയ പാട്ടാണത്രേ ഇത്, മാണിക്കക്കല്ലിന്. ഈ പാട്ട് കഴിഞ്ഞപ്പോൾ ഭാര്യ പിണക്കന്മാർ കൂടെ വന്നു എന്നൊക്കെയാണ്. അപ്പൊ എന്തായാലും അതുപോലെ ഇനി കൂടുതൽ പുറത്തു വരികയും ആളുകൾ കേൾക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്ന കൂടുതൽ പാട്ടുകൾ മാത്രമാവട്ടെ ശശിയേട്ടന്റെ ക്രെഡിറ്റ്. ഇനി കാണുന്ന സമയത്ത് വരാത്ത കുറെ പാട്ടുണ്ടെന്ന് പറയേണ്ടി വരാതിരിക്കട്ടെ. അതുപോലെ ശശിയേട്ടൻ തന്നെ അഭിനയിച്ച് പാടി അങ്ങനെയൊക്കെ കാണാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ. ഈ ഒരു സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരുമിച്ചിരിക്കാൻ പറ്റിയ സന്തോഷം. നമുക്ക് സമയപരിമിതി ഉള്ളതുകൊണ്ട്, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ടെന്നും ഒരു കലവറയാണ് എന്റെ മുന്നിൽ ഇരിക്കണമെന്ന് എനിക്കറിയാം. കൂടാതെ വീട്ടില് മക്കളും കലാകാരന്മാരാണ്, ഇതെല്ലാം എനിക്കറിയാം. ഭാര്യ മാലതി, മൂത്ത ആള് പ്രണവ് എസ് കുമാർ, രണ്ടാമത്തെ ആൾ പാർത്ഥിവ് എസ് കുമാർ. രണ്ടുപേർക്കും എൻ്റെ പാട്ടിൻ്റെ അസുഖം ഇവർക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പം എന്തായാലും ഗംഭീരാവട്ടെ ശശിയേട്ടൻ്റെ മുന്നോട്ടുള്ള യാത്ര. ഈ ഒരു സമയം ഞങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചതിന് ഒരുപാട് സന്തോഷം. ഈ മനോഹരമായിട്ടുള്ളൊരു പരിപാടിയിലേക്ക് റാണി ശരൺ നിങ്ങൾ എന്നെ വിളിച്ചതിൽ, നിങ്ങളുടെ കുടുംബത്തെ എല്ലാവരും എനിക്കറിയാം, പുതുമന സാറെ അറിയാം, ഹസ്ബൻഡിനെ അറിയാം, എല്ലാവരും അറിയാം. എല്ലാ നന്മകളും നേരുന്നു. എന്നെ വിളിച്ചതിലുള്ള സന്തോഷം ഒട്ടും പിന്നെ അതിൻ്റെ ഇഷ്ടം ചോരാതെ തന്നെ നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. നമുക്ക് മറ്റൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം അടുത്ത ആഴ്ച.